ഇത്രയും നമ്മൾ ഓപ്പൺ ആയിട്ട് ഒന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമേ ഉള്ളൂ. ഈ വരുന്ന ഉസ്താദിന്റെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ഫെയിൽഡ് ആണ്. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വിരലിലെണ്ണാവുന്ന ഉസ്താക്കന്മാർ മാത്രമേ ക്വാളിഫൈഡ് ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യാത്തത്. കാരണം ഇവർക്ക് മതം വളർത്തണം. സ്വന്തം മക്കളെ പീഡിപ്പിക്കാൻ കൊടുത്തിട്ടാണെങ്കിൽ ഇവർക്ക് അങ്ങനെ മതം വളർത്തണം, മതം അങ്ങോട്ട് തുരുകി കൊടുക്കണം. ഇത് ഞാൻ പഠിക്കുന്ന ടൈമില് ഞാൻ എന്റേത് മാത്രമല്ല, ഇത് ഇന്ന ഉസ്താദ് ഇങ്ങനെയാണെന്നുള്ളത് എന്റെ ഒരു അനുഭവം കൊണ്ട് മാത്രമല്ല. അപ്പോ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഏരിയയിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. ഇവരെല്ലാം അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ബിക്കോസ് നമ്മളിത് കാണുന്നു. അന്ന് ഇത് എന്തിനാണ് ഇവർ റൂമിൽ കൊണ്ടുപോകുന്നത് എന്നോ, അവരുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നോ, എന്തിനാണ് ഈ താത്ത റൂമിന്ന് പുറത്തൊന്ന് കരയുന്നു. അതായത് ഇന്ത്യയിൽ ശൈശവ വിവാഹം പാടില്ല, എന്നാൽ ഇസ്ലാമിന് അതിനൊരു കുഴപ്പമില്ല. ഇസ്ലാമിൽ അത് തെറ്റല്ല. അത് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമുകൾക്ക് നമ്മളത് റിസ്ട്രിക്റ്റഡ് ആണ്. അത് ചെയ്യാൻ പാടില്ല. ചെയ്താൽ ജയിലിൽ പോകും എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ പോലും ഇന്നും എന്റേത് ഒരു ചൈൽഡ് മാരേജ് ആയിരുന്നു. when I was 17, 17 വയസ്സുള്ളപ്പോഴാണ് എന്റെ മാരേജ് കഴിഞ്ഞത്. ഈവൻ ആ ഒരു ആർത്തവം ആർജിക്കാത്ത കുട്ടീനെ പോലും വിവാഹം കഴിക്കുക, അവരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇസ്ലാം ഒരിക്കലും ഇത് പറയുന്നില്ല, വിലക്ക് കൊടുക്കുന്നില്ല. ഇതാണോ ഈ ഒരു സിസ്റ്റമാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇതാണോ നമ്മൾ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മതം എന്നുള്ളത്? ആദ്യത്തെ 17ാമത്തെ വയസ്സിലായിരുന്നു വിവാഹം കഴിച്ചത്. ആ സമയത്ത് ഹസ്ബൻഡ് എത്ര വയസ്സായിരുന്നു? He was 35, I think. 35 അല്ലേ? ഓക്കെ, 35 ആണ്. കാരണം ആൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ആ തോന്നുന്ന ഏജ് അങ്ങോട്ട് പറയുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ആളുടെ ഏജിലുള്ള ആളുകൾക്കൊക്കെ 35, 38 ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. മാക്സിമം ഒരു 35 ആണല്ലേ? ഓക്കെ. അതിനുശേഷം എങ്ങനെയായിരുന്നു? പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മാരേജ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു 6 years. ആകെ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം 12th കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ അപ്പോ ഐഷ ബീവി തന്നെയാണ് മുഹമ്മദ് നബിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഊക്കിയിരിക്കുന്നത് ഐഷ തന്നെയാണ്. കാരണം ഐഷ, ഹഫ്സയൊക്കെ കയ്യോടെ മാരിയത്ത് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിനെ ഹഫ്സനെ വീട്ടിലേക്ക് അയച്ചിട്ട് മുഹമ്മദ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിയായിട്ട് അടിമ സ്ത്രീയുമായിട്ട് ഹഫ്സയുടെ കട്ടില് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. അപ്പൊ ഇത് ഹഫ്സക്ക് അത് ഇയാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു വിടില്ലല്ലോ, താളല്ലല്ലോ, തിരിച്ചു വരുമ്പോഴാണ് ഈ രംഗം കാണുന്നത്. അങ്ങനെ സീരിയസ്ലി ഇതൊക്കെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇത് കാണുകയും എന്നാ ആയിഷയോട് പറയരുത് ഹഫ്സ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കരഞ്ഞു എന്നൊക്കെ, കൈയും കാലൊക്കെ പിടിച്ച് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ആരിഫ് എന്നെ ചാനലിൽ പല പ്രാവശ്യം ഊക്കി വിടുന്ന ഒരു സന്ദർഭമാണിത്, കയ്യോടെ അവിഹിതം വെക്കുന്നത്. പക്ഷെ അതിനുശേഷം പോയിട്ട് പുള്ളിക്കാരൻ പോയിട്ട് ആയത്തിറക്കി. ആയത്ത് എങ്ങനെയാണ്, നിനക്ക് ഹലാലാക്കപ്പെട്ടത് നീ എന്തിനാണ് നിഷിദ്ധമാക്കപ്പെടുന്നത്? നിനക്കത് അനുഭവിച്ചൂടെ? എന്താണ് ഭാര്യ പൊക്കി കയ്യോടെ കയ്യോടെ ഈ സംഭവം പൊക്കിയപ്പോ അപ്പോഴേക്കും ഫേക്ക് ഐ ഡി മുഹമ്മദ് ഇപ്പൊ ലൈക്ക് ഇൻസ്റ്റയിലെ മെയിൻ ഐഡിയിൽ നിന്ന് ഫേക്ക് ഐ ഡി പോയി ഫേക്ക് ഐ ഡി എന്നൊരു ആയത്തിറക്കി, നിനക്ക് ഹലാലാക്കപ്പെട്ടത് നീ എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇതാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എത്ര വേണമെങ്കിലും ആരിന് വേണമെങ്കിൽ പൂശാൻ നോക്കിയ. പിന്നെ അതുപോലെ ന്യായീകരണം തന്നെയല്ലേ. എന്നിട്ട് അതിനുശേഷം പിന്നെ അങ്ങോട്ട് എണ്ണമില്ല. 12 ഭാര്യമാരാണോ? എത്ര ഭാര്യമാരാണ്? 11 ഭാര്യമാരാണ്. ഹദീസുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് 11ആണ്. എണ്ണത്തിൽ മാറ്റമുണ്ടോന്ന് അറിയില്ല. തുടക്കത്തിൽ ആരായിരുന്നു? ആദ്യം ഖദീജയായിരുന്നു. ആദ്യം ഖദീജയാണ്. ഖദീജ ആക്ച്വലി ഏറ്റവും വലിയൊരു ഫെമിനിസ്റ്റ് ആണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്, ഫെമിനിസ്റ്റ് ആണ്, ഓൺട്രപ്രണർ ആണ്. ഓൾസോ ഖദീജ ഇങ്ങനെ വലിയൊരു മുതലാളിച്ചിയാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു മുതലാളി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഖദീജ. അപ്പൊ ഖദീജയുടെ ബിസിനസ്സില് കച്ചവടത്തിന് അങ്ങനെ കൂടെ പോയ ഒരു വ്യക്തിയാണ് മുഹമ്മദ്. മുഹമ്മദിന്റെ ആത്മാർത്ഥത കണ്ട് അതിൽ മുഹമ്മദിന്റെ സൗന്ദര്യത്തിലൊക്കെ അങ്ങനെ വീണ് മുഹമ്മദ് ആയിഷയാണ് അങ്ങോട്ട് പോയിട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് ആയിഷക്ക് നല്ല പ്രായമുണ്ട്. മുഹമ്മദിന് 25, ആയിഷക്ക് 40 സംതിങ് പ്രായം. ഖദീജയ്ക്കാണോ? സോറി, ഖദീജയ്ക്ക്
ഖദീജയ്ക്ക്. തന്നെയൊക്കെ പ്രായം കൂടുതലായിരുന്നു അല്ലെ? മുഹമ്മദിന്റെ ഷുഗർ മമ്മി ആയിരുന്നു ഖദീജ. അതല്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണല്ലോ നമ്മുടെ ജെൻസി പിള്ളേർക്കൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തന്നെയാണ്. ഇതിൽ കൂടുതൽ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. അപ്പൊ ആദ്യം ഈ ഖദീജ മരിക്കുന്നവരെ പുള്ളി വേറെ കെട്ടിയിട്ടില്ല. കാരണം ഖദീജ ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നീട് ഈ പുള്ളി എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖദീജാന്റെ മൊത്തം സ്വത്തും പുള്ളിക്ക് പോയി. പുള്ളിക്ക് പോയപ്പോ ഖദീജയുടെ ആ സ്വത്തുക്കളങ്ങ് കൈ കിട്ടിയതും പിന്നെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു പവർ വരുന്നത് നമ്മുടെ കയ്യിൽ ക്യാഷും അധികാരവും ഉണ്ടെങ്കിലാണ്. ക്യാഷും ഉണ്ട്, പിന്നെ അധികാരമുണ്ട്, പിന്നെ സ്ഥാനം. ഈ അധികാരത്തിലെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇക്കണ്ട ഈ ഒരു മതത്തിന്റെ പേരിൽ ഇക്കണ്ട യുദ്ധങ്ങൾ നടത്തി ഇത്രയും ആളുകളെ ബലാത്സംഗവും ചെയ്ത് കൊലപാതകം ചെയ്ത് ഒരു പുരുഷനെ മറ്റൊരു രാജ്യത്തെ പോയി യുദ്ധം ചെയ്യുക, പുരുഷനെ കൊല്ലുക, അവരുടെ ഭാര്യനെ കൊണ്ടുവരിക, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതും വിത്തൗട്ട് കൺസെന്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള ഒരാളെയാണ് മാതൃകയാക്കുന്നത്. ഈവൻ ഈ ഖദീജ മരിക്കുന്നവരെയും മുഹമ്മദ് വേറെ കിട്ടിയില്ല. കാരണം കിട്ടിയ മുഹമ്മദിനെ തല്ലിക്കൊല്ലാനുള്ള വകുപ്പൊക്കെ ഖദീജക്ക് അറിയാന്നുള്ളതാണ് സത്യം. മരണത്തിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഓടി നടന്ന്. അല്ല, അതുവരെയും നുബുവത്ത് കിട്ടിയതൊക്കെ ഖദീജാന്റെ കൂടെ ഉള്ളപ്പോ തന്നെയാണ്. ഈവൻ അന്ന് ഖദീജ ഒരു യുക്തിപരമായി ചിന്തിച്ച് നീ പറയുന്നത് എന്തോ കള്ളമാണ്, അന്ന് ഫണ്ടിങ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ മതം ഇല്ല എന്നുള്ളതാണ് സത്യം. കൊള്ളാം. അന്ന് തന്നെ ഈ പറയുന്നതിൽ ഉടായ്പുണ്ടല്ലോ എന്നും പറഞ്ഞ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് ഒന്നുമില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് ഖദീജ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മതവും ഇല്ല, മതത്തിന്റെ പേരിൽ ഇത്ര യുദ്ധങ്ങളില്ല. പിന്നെ അന്ന് ഈ ശിശു പോകുക അല്ലെങ്കിൽ പോക്സോ മുഹമ്മദ് ആയിഷ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ഐഷ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ബാക്കിയുള്ള മാരിയത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ബാക്കിയുള്ള ഭാര്യമാരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ മോന്റെ ഭാര്യനെയും ദത്തുപുത്രന്റെ ഭാര്യനെ അതിനെയും കല്യാണം കഴിച്ചിട്ടുണ്ട്, അതും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഖദീജ ഒരു എസ്സിലാണ് ഇന്ന് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ വർഗീയത വരെ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിലൊരു മേജർ നമ്മള് ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും മനഃപൂർവ്വം അല്ലാത്ത ഒരു കൊലപാതകം എന്നൊക്കെ പറയുന്ന പോലെ മനഃപൂർവ്വം അല്ലാത്ത ഒരു സംഭവത്തിൽ ഖദീജയും ഇൻവോൾവ് ആണ്. ഇങ്ങനെ ഒരു സംഭവം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം. കയ്യില് ഇത്രയും സ്വത്തും സമ്പത്തും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആർമീനെയും ഇത്രയും ആളുകളെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ കിട്ടിയത്. അതൊരിക്കലും മുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തൊന്നും അല്ല. എന്തുകൊണ്ടാണ് ഈ ഇസ്ലാം മതം വിടാനായിട്ട് കാരണം? ഞാനിത് സെൻസിന്റെ ഫസ്റ്റ് വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ചെറുപ്പം തൊട്ട് ഈവൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് മദ്രസ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ ഈ പീഡനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ട് വിവരിപ്പിച്ചു എന്നല്ല, ലൈക്ക് ഈ ബാഡ് ടച്ച്, ബാഡ് ആയിട്ടുള്ള അപ്രോച്ച്, ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഉസ്താദ് എന്നാണ്. ഓക്കെ, ഞാൻ പഠിച്ച മദ്രസയിൽ തന്നെയാണ്. മദ്രസയിലും മറ്റേ ഇതിലൊക്കെ ലൈക്ക് ഇതിനെക്കുറിച്ച് പള്ളി കമ്മിറ്റിയിലൊക്കെ സംസാരം ഉണ്ടായെന്നൊക്കെ ഞാൻ കേട്ടു എന്റെ വീഡിയോ വെച്ചിട്ട്. പക്ഷെ എന്റെ അടുത്ത് ആരും വന്നിട്ടില്ല, കാരണം അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. ഈവൻ അവരുടെ വീട്ടിലുള്ള മക്കൾ പോലും ബാധിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഇപ്പോഴും ഉള്ള മക്കളുടെ കാര്യത്തിൽ, അതായത് ഇപ്പൊ ഒരു നമ്മള് നിങ്ങള് ഇത്രയും നമ്മൾ ഓപ്പൺ ആയിട്ട് ഒന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമേ ഉള്ളൂ. ഈ വരുന്ന ഉസ്താദിന്റെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ഫെയിൽഡ് ആണ്. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വിരലിലെണ്ണാവുന്ന ഉസ്താക്കന്മാർ മാത്രമേ ക്വാളിഫൈഡ് ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യാത്തത്. കാരണം ഇവർക്ക് മതം വളർത്തണം. സ്വന്തം മക്കളെ പീഡിപ്പിക്കാൻ കൊടുത്തിട്ടാണെങ്കിൽ ഇവർക്ക് അങ്ങനെ മതം വളർത്തണം, മതം അങ്ങോട്ട് തുരുക്കി കൊടുക്കണം. 8ഉം 10ഉം ഇത് ഒരു പ്രായപൂർത്തിയും ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്നറിയാത്ത പ്രായത്തിൽ തന്നെ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ആളുമായിട്ട് കൂട്ടുകൂടാൻ പറ്റുള്ളൂ, ഇന്നതേ കഴിക്കാൻ പറ്റുള്ളൂ, ഇന്നതേ ഉടുക്കാൻ പറ്റുള്ളൂ, ഇവിടേക്കേ പോകാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, പോവാണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷൻ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ മക്കളെ വരെ ഈ എന്താ പറയാ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യുന്നൊരു കൾച്ചറാണ്. അപ്പൊ ആ ഒരു കൾച്ചറൊക്കെ നമ്മൾ ഒരു പള്ളി കമ്മിറ്റി മാറ്റിയാൽ മതി. ഒരാൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്ട് തന്നെയായിരിക്കും. പക്ഷെ അതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതൊരു കാര്യമാണ്. അപ്പൊ ചെറുപ്പത്തിലും ഒരുപാട് കുട്ടികൾ അബ്യൂസിന് ഇരയാകുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു വാർത്ത മാത്രമല്ല, ഇത് റിയൽ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ തന്നെ ആകുന്നുണ്ടോ, അതോ പെൺകുട്ടികൾ മാത്രമാണോ? ഇത് ഞാൻ പഠിക്കുന്ന ടൈമില് ഞാൻ എന്റേത് മാത്രമല്ല, ഇത് ഇന്ന ഉസ്താദ് ഇങ്ങനെയാണെന്നുള്ളത് എന്റെ ഒരു അനുഭവം കൊണ്ട് മാത്രമല്ല. അപ്പോ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഏരിയയിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. ഇവരെല്ലാം അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ബിക്കോസ് നമ്മളിത് കാണുന്നു. അന്ന് ഇത് എന്തിനാണ് ഇവർ റൂമിൽ കൊണ്ടുപോകുന്നത് എന്നോ, അവരുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നോ, എന്തിനാണ് ഈ താത്ത റൂമിൽ നിന്ന് പുറത്തൊന്ന് കരയുന്നു എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു.
നമ്മളത് അനുഭവിക്കുമ്പോഴാണ് ഇതായിരുന്നു അവിടെ നടന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ആ ബോധം സ്വയം എന്തു പറയാ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും വീണ്ടും മക്കളെ അതേ മദ്രസയ്ക്ക് പറഞ്ഞു വിടാനുള്ള തൊലിക്കെട്ടി കാണിച്ചു എന്നുള്ളത് നമ്മുടെ ആളുകൾ പറഞ്ഞിട്ട് ഒരു കുറ്റമില്ല. കാരണം അത്രയും ഒന്ന് കൊണ്ടുപഠിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഇത് രണ്ടും പഠിച്ചിട്ടും ഞാൻ പഠിക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. അത്രത്തോളം മതം ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകളാണ്. എനിക്കൊരു മോളുണ്ട്, എന്റെ മോള് ഇന്നേ വരെ ഒരു മദ്രസയിലും പഠിച്ചിട്ടില്ല. എന്റെ മോൾക്ക് ഒരു അറബി അക്ഷരം ഒന്നും അറിയില്ല. എന്റെ മകള് മതം പഠിക്കേണ്ടത്, അല്ലാതെ ഞാൻ എന്റെ മകളെ വ്യത്യസ്തമായിട്ട് വളർത്തുന്നു എന്നേ ഇല്ല. എന്റെ മകൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ എന്റെ മകൾ അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അതിന്റെ മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം മതി. 18 വയസ്സിന് ശേഷം നിനക്ക് ഏത് മതമാണോ സ്വീകരിക്കാൻ തോന്നുന്നു സ്വീകരിച്ചോ. നിനക്ക് സ്വീകരിക്കാൻ തോന്നില്ലെങ്കിൽ വേണ്ട. നിനക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നിനക്ക് അതിനുള്ള പക്വത വരണം. ഇത് ശരി ഇത് തെറ്റ് എന്നുള്ളത് ചോദിക്കണം അല്ലെങ്കിൽ പറയണം എന്നുണ്ടെങ്കിൽ അവർക്ക് പക്വത വന്നതിന് ശേഷം തീരുമാനിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല കാര്യം. അതെ. അപ്പൊ അതാണ് ഒരു കാരണം. ഈ 18 വയസ്സ് അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം കുഞ്ഞുനാളിലെയും മതം അടിച്ചേൽപ്പിക്കുന്നേക്കാൾ നല്ലത് ഒരു ബുദ്ധി ഉറയ്ക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കാര്യം തീരുമാനിക്കാൻ ശേഷിയാവുമ്പോൾ ഞാൻ ഇനി മതമില്ലാതെ ജീവിക്കണോ, അത് ഏതെങ്കിലും മതത്തിന് കീഴ്പ്പെട്ട് വരണോ എന്ന് തീരുമാനിക്കാൻ സ്വയം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഈ ശൈശവ വിവാഹം നമ്മൾ നേരത്തെ സംസാരിച്ചു. മുഹമ്മദ് നബി 6-ാം വയസ്സിൽ ഐഷനെ ബീവിയാക്കി, 9-ാമത്തെ വയസ്സിൽ ദാമ്പത്യ ബന്ധം പുലർത്തി. അതൊക്കെ വലിയ പ്രായമാണല്ലോ 9 വയസ്സെന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെ ദാമ്പത്യ ബന്ധം പുലർത്തി. ഇതുകൊണ്ടാണോ ഇപ്പോഴും ഇസ്ലാം ഈ ഒരു ശൈശവ വിവാഹത്തെ ഫോളോ ചെയ്യുന്നത്? അതായത് ഇന്ത്യയിൽ ശൈശവ വിവാഹം പാടില്ല എന്നാണ്. എന്നാൽ ഇസ്ലാമിന് അതിനൊരു കുഴപ്പമില്ല. ഇസ്ലാമിൽ അത് തെറ്റല്ല. അത് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമുകൾക്ക് നമ്മളത് റിസ്ട്രിക്റ്റഡ് ആണ്. അത് ചെയ്യാൻ പാടില്ല. ചെയ്താൽ ജയിലിൽ പോകും എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ പോലും ഇന്നും എന്റേത് ഒരു ചൈൽഡ് മാരേജ് ആയിരുന്നു. when I was 17 17 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യ മാരേജ് കഴിഞ്ഞത്. അപ്പൊ ഇന്ത്യ ഹസ്ബൻഡും അവരുടെ വീട്ടുകാരും എല്ലാവരും പറയുന്നത് എനിക്ക് പക്വതയായി. പക്ഷെ ഇപ്പോഴും എനിക്ക് പല കാര്യങ്ങളിലും എനിക്ക് പക്വത ആയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് തീരെയില്ല. അപ്പൊ എനിക്ക് 18 വയസ്സും 1 മാസവും ഉള്ള സമയത്താണ് ഞാൻ എന്റെ മകളെ പ്രസവിക്കുന്നത്. അപ്പൊ മകളെ പ്രസവിക്കുന്ന സമയത്ത് അപ്പോഴും ഞാൻ ഒരു പാരന്റ് ആവാനുള്ള മൈൻഡ് സെറ്റ് ഒന്നും എനിക്കില്ല. ഒരു പാരന്റിന് വേണ്ട ഒരു പക്വത എനിക്കില്ല. ആകെയുള്ളത് ശാരീരിക വളർച്ച മാത്രമാണ്. അത് മാത്രമേ ശാരീരികപരമായിട്ടുള്ള പാകത, പക്വത അല്ല, ശാരീരികപരമായിട്ടുള്ള പാകത. ഇത് പാകപ്പെട്ടോ, മാമ്പഴം ഇങ്ങനെ പഴുത്തോന്ന് നോക്കുന്ന പോലെ ഇത് പാകപ്പെട്ടോ, ഈ ശരീര അവയവങ്ങളൊക്കെ എന്നാ പിന്നെ ആയി, എന്നാ പിന്നെ അവരായിട്ട് സെക്സ്. ഇതാണോ അവരുടെ പക്വത, ഇതാണ് അവരുടെ പാകത. ഇതൊക്കെ ഓക്കെ. അതിന് ഒരിക്കലും ആ കുട്ടിക്ക് ഒരു മെൻസ്ട്രുവൽ സൈക്കിള് എത്തണം എന്നില്ല. ഈവൻ ഒരു ആർത്തവം ആർജിക്കാത്ത കുട്ടീനെ പോലും വിവാഹം കഴിക്കുക, അവരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇസ്ലാം ഒരിക്കലും ഇത് പറയുന്നില്ല, വിലക്ക് കൊടുക്കുന്നില്ല. ഇതാണോ ഈ ഒരു സിസ്റ്റമാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇതാണോ നമ്മൾ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മതം എന്നുള്ളത്? ഇതാണോ പ്രവാചകൻ പ്രവചിച്ചത് മൊത്തം കിഴപ്പിന്റെ പരിപാടികളാണ്? അല്ലാതെ അതിൽ കൂടുതലൊന്നും പ്രവാചകനൊന്നും പ്രവചിച്ചില്ല. പറഞ്ഞു കേട്ട് എത്രത്തോളം നല്ലതായിട്ട് ആദരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളെ നിലവിളിക്കുന്നത്? നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഏറ്റവും കൂടുതൽ ഈ പോക്സോ കേസിൽ അകത്താകുന്ന ആളുകളുടെ എണ്ണവും അവരുടെ മതവും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മതത്തിൽ തന്നെ ഉള്ളവരെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ബിക്കോസ് അവരുടെ മതം അവരെ പറഞ്ഞു പഠിപ്പിച്ചതും അവരുടെ പ്രവാചകൻ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യൻ പ്രവാചകൻ ചെയ്തു, അപ്പൊ ഞാൻ ചെയ്താലും തെറ്റില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം അത് തെറ്റാണ്. എന്റെ മതപ്രകാരം എനിക്ക് സ്വർഗം കിട്ടും. തൗബ ചെയ്താൽ മതി, എനിക്ക് സ്വർഗം കിട്ടും. ഇപ്പൊ കുറെ ആളുകൾ ഈ തൗബയുടെ ഇതും പറഞ്ഞിട്ട് വരുന്നുണ്ട്. ലൈക്ക് അതിന് തൗബ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തൗബയ്ക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാ തെറ്റുകളും ഒന്നും പൊറുക്കപ്പെടുകയില്ല. പക്ഷെ അങ്ങനെയല്ല. ഇത് പല ലൈക്ക് സഹാബികളും ഹദീസുകളും പറയുന്ന അങ്ങനെയൊന്നല്ല. എന്തെങ്കിലും ചെയ്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയല്ല. മെഴുകൽ തൊഴിലാളികളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് ഇവർക്ക് തെറ്റല്ല. പ്രായപൂർത്തിയും ആർത്തവും ഏൽക്കാത്ത ഒരു കുട്ടിയില് ശാരീരികമായിട്ടുള്ള ഒരു പാകത വന്നു എന്നതുകൊണ്ട് മാത്രം അവരുമായിട്ട് സെക്സ് ചെയ്യുന്നത് തെറ്റ് എന്ന് ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം പറയണല്ലോ. ഏത് മതമാണെങ്കിലും നിങ്ങള് ഇപ്പൊ ഒരിക്കലും ഇസ്ലാമിന്റെ സൃഷ്ടിയിൽ ഏറ്റവും നല്ല സൃഷ്ടി എന്ന് പറയുന്നത് സ്ത്രീകളാണെന്നൊക്കെയാണ് ഇവർ തള്ളുന്നത്. അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്നതാന്നൊക്കെ പറയുന്നത്. ഫ്രീഡം കൊടുക്കുന്നതാണ് പറയുന്നത്. അതെ, ഫ്രീഡം എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊക്കെ എന്റെ മാരേജ് ചെയ്യുന്ന സമയത്ത് ശ്വാസം വലിക്കാനുള്ള സ്വാതന്ത്ര്യം, ശ്വാസം വിടാനുള്ള സ്വാതന്ത്ര്യം, മുഖം മറിച്ച് കണ്ണ് മാത്രം കണ്ടിട്ട് ആ കണ്ണുകളിലൂടെ പുറം കാഴ്ച കാണാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ അല്ലാതെ
ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാനായിട്ട് അനുവദിച്ചില്ല? ഇല്ല. നൈറ്റി എനിക്ക് മാക്സിമം നമ്മൾ ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറായിട്ട് നമ്മൾ നടന്ന ആളുകളാണ്. ഞാനൊക്കെ എന്റെ വീട്ടുകാർ എന്നെ നോക്കുന്നിടത്തോളം കാലം ഞാൻ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വസ്ത്ര സ്വാതന്ത്ര്യം പിടിച്ചു പറിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഒന്നും എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. എത്ര എന്നെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഷോളും കൊണ്ട് തട്ടക്കിട്ടുന്ന നടന്നു. അത് അവിടെ പോയപ്പോ എന്റെ ഭാര്യ വെറുതെ ഇടണം, അതാണ് എനിക്ക് ഇത്, ഇല്ലെങ്കിൽ ഞാൻ കഴിവ് കെട്ടവനാണെന്ന് പറയും. ആര് പറയും? നാട്ടുകാർ പറയും. നാട്ടുകാരെ ബുദ്ധിപ്പിക്കാനാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്, നാട്ടുകാരെ ബുദ്ധിപ്പിക്കാൻ. അപ്പോ പിന്നെ പർദ്ദ വാങ്ങിച്ചു വരും. പിന്നെ പർദ്ദ കയറിയ ശേഷം പിന്നെ പർദ്ദ മാത്രമേ ഉള്ളൂ, പിന്നെ വേറൊരു വസ്ത്രം ഇല്ല. പിന്നെ എന്തെങ്കിലും ഒരു ഇതില് എടുത്തു കഴിഞ്ഞാലും അതിന്റെ മേലെ പർദ്ദ ഇടണം. എന്റെ വീട്ടിലും കുറെ പേര് അങ്ങനെ നടക്കുന്നുണ്ട്. വലിയ വലിയ അവരിടുന്നത് ചിലപ്പോൾ 50,000 60,000 രൂപയുടെ സാരിയൊക്കെ ആയിരിക്കും. അതിന്റെ മേലെ ഒരു പർദ്ദ ഇടും. പിന്നെ എന്തിനാണ് ആ സാരി? സെൽഫ് സാറ്റിസ്ഫൈഡ്. ഇങ്ങനെ റൂമിൽ ഇങ്ങനെ എനിക്ക് രാത്രി ആയി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ എനിക്കൊന്ന് നല്ല രീതിക്ക് ഒരുങ്ങി ഒരു സാരി എന്റെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ്. അപ്പൊ ഇന്ത്യയിൽ കുറെ സാരി കളക്ഷൻ ഉണ്ട്. എന്റെ മൂത്തുമ്മ എനിക്ക് കുറെ സാരി തന്നിട്ടുണ്ട്, എന്റെ ഉമ്മ കുറെ സാരി തന്നിട്ടുണ്ട്, എന്റെ ഉമ്മമാന്റെ കുറെ സാരി ഉണ്ട്, എന്റെ ചേച്ചിയുടെ കുറെ സാരി ഉണ്ട്. ഞാൻ ഇവിടെ നിന്നൊക്കെ പിക്ക് ചെയ്തിട്ട് വരും. അപ്പൊ ഞാൻ ഉടുക്കുന്നത് കൊണ്ടും എനിക്ക് സാരി തരാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഉടുത്ത് എല്ലാവരും എത്തുന്നുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവര് വാങ്ങുന്ന ഒരു സാരി നമ്മൾ ഇട്ട് കാണുന്നതിൽ അവർക്ക് സന്തോഷമാണ്. അതിൽ നമുക്ക് ഒരിക്കലും അവർക്ക് സന്തോഷം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് അവരെനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ തന്നിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ സാരി ഉടുക്കും. എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനിൽ കണ്ണാടിയിൽ കുറച്ച് നേരം ഞാൻ നോക്കിയിരിക്കും, എന്നിട്ട് ഞാൻ അഴിച്ചു വെക്കും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള ഒരു ഫീലാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവർക്ക് ഇത്രയും വലിയുള്ള സാരി വാങ്ങിച്ചു കൊടുക്കുന്നത് ആ ഒരു കണ്ണാടിയിൽ നോക്കാനും ആ ഒരു റൂമിനുള്ളിൽ കിടന്ന് കറങ്ങാനും മാത്രമാണ്. അല്ലാതെ പിന്നെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. ഇപ്പോ ഈവൻ ഈ ഇസ്ലാമിന്റെ ഉത്ഭവ സ്ഥാനമായിട്ട് നമ്മൾ കാണുന്ന സൗദി അറേബ്യ പോലും മാറി ചിന്തിച്ചു തുടങ്ങി. അവിടെ പോലും ഈ ഒരു പർദ്ദയുടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അവിടെ സ്ത്രീകൾക്ക് ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുരുഷന്റെ തോണ വേണമെന്നില്ല. പിന്നെ ഒരു വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് വരെ കൊടുക്കാൻ തുടങ്ങി. സൗദി പോലും ഇത്രയും ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഈ കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ, കൺവേർട്ടഡ് ആയിട്ടുള്ള മലയാളി മുസ്ലിമുകൾക്കാണ് എന്ത് ഈ വക പ്രാകൃതമായിട്ടേ ഞങ്ങൾ ജീവിക്കുക. അതും ഇപ്പൊ ഈ സമസ്തയുടെ ഒക്കെ ലീഡിൽ നിൽക്കുന്ന വയസ്സന്മാര് ഇവര് മാറിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. സമസ്തയിൽ എന്തൊരു അപരാധം പറയുന്നതിനൊക്കെ ഒരു ഇതില്ല. ഇപ്പോ മുസ്ലിം ലീഗില് ഈ സ്ത്രീകൾക്ക് അധികാരം ഏൽപ്പിച്ച ഒരു ജനതയും മുന്നേറിയതായിട്ട് ചരിത്രം ഇല്ല എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെ ഒക്കെ വലിയൊരു ഇതാണ് ഇത്. അപ്പൊ ഈ ഒരു വാക്ക് പറയുന്ന സമയത്ത് ഇപ്പൊ ഗതികേട് കൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു, സ്ത്രീകൾക്ക് അധികാരം ഏൽപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷെ എന്നാലും നിയന്ത്രിക്കുന്നത് പുരുഷന്മാരായിരിക്കാം. അതുകൊണ്ടാണല്ലോ നിലവിളക്ക് കൊളുത്തിയത് പ്രശ്നമാണെന്ന് പറയുന്നത്. അതെ, ഫാത്തിമ തഹ്ലിയുടെ ഇഷ്യൂ. അതുപോലെ ഈ പുരുഷ പുരോഹിതന്മാരുടെ സ്ഥാനത്ത് ഏറ്റവും കൂടുതലുള്ളത് പുരുഷന്മാരാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ഈക്വാളിറ്റിക്കോ ഒരു 100 പുരുഷന്മാരുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 1 2 സ്ത്രീകളെ മാത്രമാണ്. ഇതാണോ ഈക്വാളിറ്റി? ഇങ്ങനെയാണോ നിങ്ങൾ സഹജീവിയോടുള്ള സമ്പർക്കം ഒരു കാണിക്കേണ്ട, ഒരു സ്നേഹം കാണിക്കേണ്ട ഇങ്ങനെയാണോ? ഇതിൽ തന്നെ എന്ത് മനസ്സിലായി? ഇവിടെ ഒരു പുരുഷന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത്. അല്ലാതെ സ്ത്രീകൾ വെറും ഇസ്ലാമിൽ എന്നും ഭോഗവസ്തുവാണ്. പക്ഷെ ഇപ്പൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇപ്പൊ ആരും സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കണ്ട. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഇപ്പൊ ഒരു 10-12 വർഷം മുന്നാണെന്നുണ്ടെങ്കിലും എന്റെയൊക്കെ ടൈമില് എന്റെ മാരേജ് 17-ലാണെങ്കിൽ എന്റെ ചേച്ചിയുടെ മാരേജ് 16-ലാണ്. രണ്ടുപേരുടെയും ചൈൽഡ് മാരേജ്. ഞാൻ ഇപ്പോഴൊക്കെ നോക്കും, എന്റെ ചേച്ചി ഭയങ്കര ഭംഗിയുള്ള ഒരു പുള്ളിക്കാരി, നല്ല രസമാണ് കാണാൻ. ലൈക്ക് ഷീസ് ലൈക്ക് ആ ടൈമിലൊക്കെ കത്രീന കൈഫ, ഞാൻ അങ്ങനെ വിളിക്കാം. പക്ഷെ നല്ല രസമാണ് ആളെ. അപ്പോ പഠിപ്പിക്കാമായിരുന്നു. അവരുടെ വീട്ടുകാർക്ക് കളക്ടർ ആക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ എന്നാണ് മാറിയത്, മകളെ എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു പുള്ളിക്കാരിയാണ്. അതൊക്കെ ഇപ്പൊ അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോ. ചേച്ചി എന്താ ചെയ്യുന്നത് നിലവില്? ഹൗസ് വൈഫാണ്. അയാളെ തന്നെയാണോ? അയാൾ തന്നെയാണോ? അതെ പുള്ളി അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. നമ്മളത് സംസാരിക്കുന്നത് ചിലപ്പോ ഇതാക്കുന്ന ആയിരിക്കും. പക്ഷെ എന്നാലും അവളൊക്കെ നല്ലൊരു ഫ്യൂച്ചർ ഉള്ളൊരു കുട്ടിയായിരുന്നു. ജോലിക്ക് ഒന്നുമില്ല. അവൾക്ക് പഠിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും
എനിക്ക് എന്റെ വീട്ടിലെ ഉള്ളവരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പലതും പറഞ്ഞു ഇതാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എക്സ്ട്രീം വിശ്വാസിയാണ്, നമുക്ക് അവിടെ പോയിട്ട് അഭിപ്രായം പറയാൻ കഴിയില്ല. ചേച്ചി എങ്ങനെയാണ്? എക്സ്ട്രീം വിശ്വാസിയാണോ? ഞാനാണോ? അതല്ല, അവളെ എക്സ്ട്രീമാണ്. ഇവിടെ എന്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഇവളെ നീ അവയാര് മുഹമ്മദ് റസൂലൊക്കെ അവയാര് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു. പക്ഷെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. എന്റെ വീട്ടുകാര് എന്റെ വീട്ടിൽ എന്റെ സ്പൈ ഉണ്ട്. എല്ലാ മൂലയ്ക്കും ഞാനൊരു സ്പൈനെ വെച്ചിട്ടുണ്ട്. എന്റെ മാമന്റെ മക്കളുണ്ട്, ചെറിയ 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 കുട്ടികളാ. ഗോറാച്ചനെ പറ്റി ഏതാச்சுം സൊല്ലിച്ചു നീ കറക്റ്റ് ആയിട്ട് എനിക്ക് ഒന്ന് സൊല്ലും, 10 രൂപ കൊടുക്കും. നീ നിന്നെ പറ്റി ഇങ്ങനെ പോക്കറ്റ് വഴി കൊടുക്കും. സീരിയസ്ലി ഗൂഗിൾ പേയില് പിള്ളേർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഏറ്റവും നല്ല ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കഴിയുന്നത് ഇവരെ വെച്ചിട്ടാ. വീട്ടില് ഈ ചെറിയ ചെറിയ കുട്ടികളുണ്ട്. ഒരാള് ഇപ്പൊ +2 കഴിഞ്ഞ ഒരാളുണ്ട്, 10th 9th 8th. ഇന്റെ ആള് ഭയങ്കര പ്രോമാക്സ് ആണ്. എവിടെ നിന്നാണെങ്കിലും അമ്മച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞോട്ടാ അത് എങ്ങനെ ഏത് ആക്ഷനില് എങ്ങനത്തെ റിയാക്ഷനിൽ പറഞ്ഞു വരെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അപ്പൊ പിള്ളേർക്ക് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോക്കറ്റ് മണി കൊടുക്കും. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഒരു പോക്കറ്റ് മണി ബന്ധത്തിൽ പിള്ളേരെ നമ്മൾ ഭയങ്കര പോകുന്നു. അതെ, നമ്മുടെ പാരന്റ്സിന്റെ ജനറേഷൻ അല്ല, അവർ തമ്മിൽ പല അടികളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ എന്താണെങ്കിലും ഒരു കൂട്ടാ. അപ്പൊ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഇങ്ങനെയൊക്കെയാണ് സംഭവം, നീ എന്താ പറയുന്നത്. ഇന്നെക്കാളും ചെറിയ പിള്ളേരേട്ടോ. ഒരാളിന്ന് രാവിലെ ഞാൻ വരുമ്പോ സ്കൂളിൽ പോയിട്ടില്ല, വയ്യ, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓന് ഇപ്പൊ 10th ഓൻ എന്നെ പേരെന്നെയാ വിളിക്കുന്നത്, ഡി ഷാജി. അപ്പൊ ഇവരൊക്കെ ഒരു നല്ല രസമാണ്. അപ്പൊ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിൽ പോകാനൊരു ത്വരയുണ്ട്. അപ്പം ആദ്യത്തെ 17ാമത്തെ വയസ്സിലായിരുന്നു വിവാഹം കഴിച്ചത്. ആ സമയത്ത് ഹസ്ബൻഡ് എത്ര വയസ്സായിരുന്നു? He was 35, I think. 35 അല്ലേ? 35 ആണ്. കാരണം ആൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ആ തോന്നുന്ന ഏജ് അങ്ങോട്ട് പറയുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ആളുടെ ഏജിലുള്ള ആളുകൾക്കൊക്കെ 35 38 ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. മാക്സിമം ഒരു 35 ആണല്ലേ? ഓക്കെ. അതിനുശേഷം എങ്ങനെയായിരുന്നു? പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മാരേജ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു 6 years. ആകെ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം 12th കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സെപ്പറേറ്റ് ആയ ആ ഒരു ടൈമിൽ ആദ്യം ഞാൻ ചെയ്തത് 12th ആപ്ലിക്കേഷൻ കൊടുത്ത് ഞാനത് ബാക്ക് പേപ്പേഴ്സ് ഒക്കെ എഴുതിയെടുത്തു എന്നുള്ളതാണ്. ആ സമയത്ത് ഇത് ഓരോ സമയത്തും നമുക്ക് ഓരോ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ പേടിച്ചിട്ടിരിക്കുകയായിരുന്നു. ലൈക്ക് അന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഞാൻ ഇതിനെ കുറിച്ച് 12th എഴുതണം എന്നുള്ളൊരു ത്വരയുണ്ട്, അങ്ങനെ ഒരു തോട്ട് ഉണ്ട്. അപ്പോ ഇതെന്ത് ചെയ്യണം, പേടിയാണ്. പേന കൈ പിടിക്കുമ്പോൾ കൈ വിറയ്ക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും പേടി, എഴുതുമ്പോൾ തെറ്റുമോ അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോൾ പ്രശ്നമാവോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ശരി, രണ്ടും കൽപ്പിച്ചിട്ട് ഇത് എഴുതാന്നുള്ള. എന്റെ വീടിന്റെ അടുത്തൊരു ചേട്ടനുണ്ട്, കിഷോർ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഇപ്പോ കറന്റ്ലി പുള്ളി പോലീസ് സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്, ആള് സെറ്റിൽ. അപ്പൊ പുള്ളിയാണ് എൻ്റെ അടുത്ത് എന്താ പറയുക, രണ്ടും കൽപ്പിച്ചിട്ട് എന്നെ, ഞാനിവിടെ പേടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാന് പുള്ളി അപ്പൊ PSC ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് PSC ചെയ്യണമെന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, അല്ലാതെ ഇങ്ങനെ ഇരിക്കാനും പറ്റില്ല. അപ്പൊ ആളാണ് എനിക്കൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് ഒരു മോട്ടിവേഷനൊക്കെ തന്ന് എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ഇറക്കിട്ടു. എന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ചെയ്തു. എന്നിട്ട് എന്നെ വീട്ടിലും കൊണ്ടുവന്നിട്ടു, നമ്മുടെ ഏരിയയിൽ. ആ സമയത്ത് പുള്ളി എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആ ഒരു സപ്പോർട്ട് തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, അല്ലെങ്കിലും വലിയ ബന്ധമൊന്നുമില്ല. ഒരു PSCയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഒരു കോൾ ചെയ്തതാ. അപ്പോൾ ആ ഒരു ഇത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ എനിക്ക് എത്താനായിട്ട് കഴിയുമായിരുന്നില്ല. കാരണം അതാണ് ഏറ്റവും നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോ ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഹിം ആക്ച്വലി. കിഷോർ ചേട്ടനോട്. എപ്പോഴാണ് സെപ്പറേറ്റ് ആയത്? അപ്പം ഏത് ഏജിലാണ് അപ്പൊ സെപ്പറേറ്റ് ആയത്? ആദ്യത്തെ അതൊരു അടഞ്ഞ അധ്യായമാണ്, അവിടെ കിടക്കട്ടെ. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് ലെസൺ പഠിച്ചതും ഞാൻ ഇനി ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ മറ്റൊരാൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അയാൾക്ക് അത് നടക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണത്. അപ്പൊ ഇപ്പോഴും അവരുടെ വീട്ടിൽ നിന്നും പലരും ഇനി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാറുണ്ട്. ഈ പുള്ളി എന്നെ
എക്സ് ആള് വേറെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടിയൊക്കെ ആയി. പക്ഷെ സ്റ്റിൽ ഹി വാസ് ടോക്കിംഗ് ടു മൈ അക്കൗണ്ട്സ്, ലൈക്ക് ഇൻസ്റ്റ ആണെങ്കിലും FB ആണെങ്കിലും ഈ സ്റ്റോറീസ് വന്ന് നോക്കുക ഇവൾ എന്താ ചെയ്യുന്നത്. അതിന്റെ ആവശ്യം എന്താ? നിങ്ങള് ഡിവോഴ്സ്ഡ് ആണ് ഗൈസ്, ഡിവോഴ്സ്ഡ് ആണ് മനുഷ്യ, ചെയ്തു. ഡിവോഴ്സ്ഡ് ആണ് മനുഷ്യ. നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു പോകും, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിട്ട് പോവുക, നിങ്ങളുടെ കുടുംബ ജീവിതം നോക്കിട്ട് പോവുക. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇന്റെ അക്കൗണ്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഇവളെന്താ ചെയ്യുന്നത്, ഇവളെവിടെ എത്തി, എത്താൻ പാടില്ല. തൊരേണ്ടല്ലോ. ഇവള് നന്നായോ, അയ്യോ ഇവള് നന്നായോ, അവളൊക്കെ ആവാൻ പാടില്ല. 17 വയസ്സുകാരി പെൺകുട്ടിയിൽ ഒരുപാട് മാറി സഞ്ചരിച്ചോ എന്നൊക്കെ ആയിരിക്കും ആൾക്ക് നോക്കുന്നത്. അല്ലാതെ അതിൽ പിന്നെ ഗോൾഡ് ഒക്കെ ആളുടെ തന്നെയാണ്, അവള് തിരിച്ചു തന്നിട്ടൊന്നുമില്ല, തന്നിട്ടില്ല. അപ്പൊ ഒരു ബോധമില്ല, ഉളുപ്പില്ല, ഒന്നുമില്ല. എന്നിട്ട് അതും കൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇതില്ലാത്തതാണ്. ഞങ്ങൾ ഒരുമിച്ച് കെട്ടിയ ഒരു വീടാണ്. അപ്പോ ആ വീട്ടിന് വേണ്ടിയിട്ടാണ് ഗോൾഡ് ഒക്കെ സോൾഡ് ചെയ്തത്. അപ്പോ ആ സമയത്ത് അന്ന് നല്ല രീതിക്ക് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ആകുമ്പോ അവളുടെ സംഭവങ്ങൾ തിരിച്ചു കൊടുക്കാന്നുള്ള ബോധമില്ല. അത്രേ ഉള്ളൂ ആവറേജ് വിശ്വാസിയുടെ ബോധം. എല്ലാം കിട്ടുന്ന മാക്സിമം ഞങ്ങൾ ഊറ്റിയെടുക്കുക, ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൊടുക്കരുത്, തിരിച്ചു കൊടുക്കരുത്. തിരിച്ചു കൊടുക്കും. നമ്മൾ ഈ കേസൊക്കെ പോയി കഴിഞ്ഞാല് കേസ് അത് അതിന്റെ പാട് നോക്കിയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു സംഭവം കൊടുക്കരുത്. കാരണം നമ്മൾ ഈ കാശൊന്നും കിട്ടാതെ നമ്മൾ കോടതിയിൽ കുറെ പൈസയും കൊടുത്ത് ഇതൊക്കെ തെളിയിക്കാൻ നടന്ന് നമ്മളങ്ങ് ഇല്ലാണ്ടാവണം. ആവുന്നില്ല. കോടതിയുടെ പാർട്ടി പോകും, നമ്മൾ നമ്മുടെ പാർട്ടി പോകും. നമ്മൾ നമ്മുടെ ഫോക്കസ് ഫുള്ളി നമ്മുടെ ഒരു കരിയർ. ഒരു ഡിവോഴ്സ് നടന്നെന്ന് വെച്ചാൽ ഒരാളുടെ ലൈഫ് അവസാനിച്ചിട്ടൊന്നും ഇല്ല. ഏറ്റവും നല്ലൊരു, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഞാൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇനിഷ്യേറ്റ് എടുത്തതെന്നുള്ളത് ആണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷമൊക്കെ എന്റെ ജീവിതം സത്യം പറഞ്ഞാല് എന്റെ തീരുമാനങ്ങൾ മറ്റൊരാൾ എടുക്കുകയാണ്. എനിക്കൊരു തീരുമാനമൊന്നുമില്ല. ഇല്ല. ആദ്യമൊക്കെ വീട്ടുകാരെടുത്ത് ഇന്ന ആളെ കല്യാണം കഴിക്കണം, എനിക്ക് കല്യാണത്തിന് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ എന്നെ തല്ലിയിട്ടൊക്കെ ഉണ്ട്. എന്റെ വീട്ടില് തല്ലി, എന്റെ പല്ലിക്കൂടെ വായിക്കൂടെ ചോരയൊക്കെ വന്നിട്ടുണ്ട്. ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആളെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ തന്നെ എനിക്ക് പറ്റില്ല. ആക്ച്വലി ഐ വാസ് ലൈക്ക് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ ആളുടെ സൈഡിൽ നിന്നും കല്യാണം കഴിച്ചേ പറ്റില്ല. കാരണം പുള്ളിക്കാരന് 10-50 പെണ്ണൊക്കെ നോക്കി ഒന്നും സെറ്റ് ആയിട്ടില്ല. ആൾക്ക് ഇഷ്ടമായത് തന്നെയായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ച് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുമോ എന്നുള്ളത് തന്നെ എനിക്കറിയില്ല. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ലോക്കലില്, ഞാൻ ചേച്ചിയുടെ പേര് പറയുന്നില്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പൊ എൻഗേജ്മെന്റിന് ഇവരും വന്നിട്ട് കണ്ടു. അപ്പോൾ ചേച്ചി എനിക്ക് ഇയാളെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അയ്യോ ഇയാൾക്കാളെ വയസ്സായ പോലെ ഉണ്ട്. അപ്പൊ ഇവര് ഈ ചേച്ചി അവരുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞപ്പോ അവരുടെ അമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ചന്തം ചോറ് പോടുമാ എന്നുള്ളത്. ഒത്തിരി ഭംഗിയുള്ളവനെ നോക്കി, ഭംഗിയെന്നല്ല നമുക്ക് ഇഷ്ടമാവണം. ഇപ്പൊ എനിക്കെന്നല്ല, ഈ ലോകത്തിലെ എല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളൊന്നുമല്ല. പക്ഷെ നമുക്ക് ഒരാളെ ഇഷ്ടമാവണം എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഭർത്താവാണ്, വേറെ ഇതിപ്പോ ഇവിടെയാണെന്നുള്ളത് അഡ്ജസ്റ്റ്മെന്റ് പോലെ ആയി പോകുമല്ലോ. അഡ്ജസ്റ്റ്മെന്റ് ആണ് അത്. ഇപ്പൊ നമ്മൾക്ക് പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അയാളൂടെ ജീവിച്ചു തീർക്കാൻ ജീവിതം വന്നത് ശരിക്കും അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. ഇതൊരു തരകമാണ്, ഇവരെ വിശ്വാസങ്ങളുടെ പ്രകാരം തരകമാണ്. പിന്നെ നമുക്കൊരു വിലയില്ല. അതായത് ഇന്ത്യ ഫാമിലി ഒരു പോർ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം. പിന്നെ ഇസ്ലാമിലെ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? ഒരു യതീമായ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കണം. എന്തിനാ? അനാഥയായിട്ടുള്ള എന്തിനാ നിങ്ങൾ എന്തിനാ ജീവിതം കൊടുക്കുന്നത്? അതിനെ തല്ലും പിടിക്കുകയും ചെയ്ത് ആരും ചോദിക്കാൻ പറ്റില്ല. അതേ സംഭവം തന്നെയാണ് ഇവിടെയും. പാവപ്പെട്ട പെൺകുട്ടികള് ചോദിക്കാൻ പറ്റില്ല. അല്ലാതെ നിങ്ങൾക്ക് ഇവർക്ക് ജീവിതം കൊടുത്ത് നിങ്ങൾ അവരെ അങ്ങ് രാജ്ഞിയായി ജീവിപ്പിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കേസുണ്ടാവും. പക്ഷെ ഇവരുടെ ഈ യതീമായ പെൺകുട്ടി എന്തിനാ? ഇതന്നെയാണ്. എത്രയോ പേരുണ്ട് ഇന്ത്യ അടുത്ത് തന്നെ പറയാറുണ്ട് പലരും, വേറെ ഓപ്ഷൻ ഇല്ല, ഇവിടെ കഴിഞ്ഞാൽ വേറെ എവിടെയും പോകാനില്ല, ആകെ ഇവര് ട്രാപ്പ് ആയിരിക്കാണ്. അപ്പൊ ഈ